എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കിട്ടിയേക്കുന്ന വണ്ടി ഒരു ഡിസയറാണ് കേട്ടോ. ഡീകാർബൺ ചെയ്യാനായിട്ട് വന്നതാണ് വണ്ടി. സംഭവം ഒരു 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് അഴിച്ച് മാനിഫോൾഡ് ക്ലീൻ ചെയ്തില്ലാണെന്നുള്ള പണി, ഇതാണ് പണി വരുന്നത്. മെയിനായിട്ട് ഇതിന്റെ ബോൾട്ടുകൾ കംപ്ലീറ്റ് റസ്റ്റ് പിടിച്ച് പൊട്ടും. ഇതിപ്പോ മുകളിലത്തെ കംപ്ലീറ്റ് ബോൾട്ടുകൾ പൊട്ടി, ഒരു രക്ഷയില്ല. ബോൾട്ട് കംപ്ലീറ്റ് പൊട്ടി. അതേമാതിരി തന്നെ ഇതിൽ ഹെഡിലൊക്കെ കണ്ടില്ലേ, അത്രമാത്രം ബ്ലോക്കാ, കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഹോൾ തന്നെ അടഞ്ഞിരിക്കുക, എല്ലാത്തിനും ഹോള് കാര്യങ്ങളെല്ലാം അടഞ്ഞിരിക്കുക, മൊത്തം കാർബൺ കയറി അടഞ്ഞിരിക്കുക. ഇപ്പൊ മാനിഫോൾഡ് അഴിയുണ്ടായിരുന്നില്ല, മാനിഫോൾഡ് ഇപ്പൊ പൊട്ടിച്ചെടുക്കുക ചെയ്ത്. മാക്സിമം ഈ ബോൾട്ട് ഇങ്ങനെ നിർത്തി വെച്ച് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കണം, ഇല്ലാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഇറക്കേണ്ടി വരും. മിക്കവാറും ഇങ്ങനത്തെ വണ്ടികളൊക്കെ എഞ്ചിൻ ഇറക്കിയിട്ടാണ് മെയിനായിട്ട് ചെയ്യാറ്. ഇതിപ്പോ ഇതിൽ മൊത്തം കട്ട് ചെയ്താ, ഇതിപ്പോ മാനിഫോൾഡ് പൊട്ടിച്ചെടുത്തേക്കണേ. ഇതിലും കണ്ട തന്നെ അറിയാം എന്തോരം ഉണ്ടെന്ന്. ഇതേ പൊടി തന്നെയാണ് ഹെഡിലും ബ്ലോക്കായിട്ട് കിടക്കുന്നത്. മാനിഫോൾഡ് പൊട്ടിക്കാണ്ട് എടുക്കാൻ യാതൊരു വേറൊരു ഇതുണ്ടായിരുന്നില്ല, പൊട്ടിക്ക് തന്നെ വേണമായിരുന്നു. ഇങ്ങനെ പൊട്ടിച്ചെടുത്തപ്പോൾ കിട്ടിയ കാർബണാണ്. മാക്സിമം ഇതൊരു എല്ലാ വണ്ടിയും, ഡീസൽ വണ്ടി മാക്സിമം ഒരു 30,000-40,000 ഒക്കെ ആകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാം, മേജർ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ. സ്വിഫ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഈ മുകളിലത്തെ ബോൾട്ടാണ് മെയിനായിട്ട് പൊട്ടുക. താഴത്തെ ബോൾട്ട് ഈസിയായി അഴിഞ്ഞു വരും. ഇതിലൊരു സ്ലീവ് വരുന്നുണ്ട്, ഈ സ്ലീവിലാണ് അത് ഉടക്കിയിരിക്കുക ഫസ്റ്റ് പിടിച്ച്. ഇങ്ങനെ പണി കിട്ടിയേക്കണ ഒത്തിരി ടെക്നീഷ്യന്മാരുണ്ടാവും. കിട്ടിയേക്കണവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.